അപ്പോൾ ഈ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും നമ്മൾ ടുഗദർ ഒരുമിച്ച് പറയുന്നത് ന്യൂക്ലിയോൺസ് എന്നാണ്. ഇനി നമ്മൾ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ന്യൂക്ലിയസ് എടുക്കുന്നു. ഒരു ഹൈഡ്രജൻ ന്യൂക്ലിയസ്, ഒരു ഹീലിയം ന്യൂക്ലിയസ്, അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ന്യൂക്ലിയസ് ഇരിക്കുകയാണെങ്കിൽ നമ്മളതിനെ ന്യൂക്ലൈഡ്സ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു ന്യൂക്ലൈഡിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ അറ്റോമിക് നമ്പറും അതുപോലെ തന്നെ അതിൻ്റെ മാസ് നമ്പറും വെച്ചാണ്. അതായത് നമ്മൾ ലേറ്റസ്റ്റായിട്ട് XZ A എന്ന് പറയുന്ന സിമ്പിൾ വെച്ച് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പം ഈ ഐസോട്ടോപ്പിൻ്റെ എക്സാമ്പിളിൽ കൊടുത്തിരിക്കുന്ന സിലിക്കൺ 1428 ആ ഒരു രീതിയിലാണ് നമ്മളൊരു അറ്റോമിക് ന്യൂക്ലിയസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ജനറലി നമ്മൾ XZ A എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ആ കെമിക്കൽ സിമ്പലാണ്. അപ്പോൾ കാർബൺ ആണെങ്കിൽ C എന്ന് കൊടുക്കും, ഓക്സിജൻ ആണെങ്കിൽ O, നൈട്രജൻ ആണെങ്കിൽ N, സിലിക്കൺ ആണെങ്കിൽ SI. അങ്ങനെ ആ കെമിക്കൽ സിമ്പലാണ് എക്സ് എന്ന് പറയുന്നത്. ദെൻ അതിൽ Z എന്ന് പറയുന്നത് അതിൻ്റെ അറ്റോമിക് നമ്പറും A എന്ന് പറയുന്നത് മാസ് നമ്പറും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു അറ്റോമിക് ന്യൂക്ലിയസിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ കാർബൺ എന്ന് പറയുന്ന അതിൻ്റെ നോർമലായിട്ട് കാണുന്ന ഐസോട്ടോപ്പിന് നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ അബണ്ടൻ്റായിട്ട് കാണുന്ന സാധാരണ ഐസോട്ടോപ്പ് C612 എന്ന് പറയുന്ന ഐസോട്ടോപ്പ്. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന C612 ആണ്. അവിടെ C എന്ന് പറയുന്നത് അതിൻ്റെ കെമിക്കൽ സിമ്പലാണ്, 6 എന്ന് പറയുന്നത് അതിൻ്റെ അറ്റോമിക് നമ്പറും, 12 എന്ന് പറയുന്നത് മാസ് നമ്പർ, അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ് ആണ് അവിടെ Z എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആ കാർബണിനകത്ത് എത്ര ന്യൂട്രോൺസ് ഉണ്ടെന്ന് മനസ്സിലാകും. കാരണം 6 അതിൻ്റെ മാസ് നമ്പർ 6 അതിൻ്റെ അറ്റോമിക് നമ്പർ ഓർ പ്രോട്ടോൺ നമ്പർ, അതുപോലെ തന്നെ 12 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാസ് നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ആ 12ൽ നിന്നും നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണം കുറച്ചാൽ നമുക്ക് ന്യൂട്രോൺസിൻ്റെ എണ്ണം കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ന്യൂക്ലിയസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ന്യൂക്ലിയസിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂക്ലിയൈ. അതിൽ ഒന്നെന്ന് പറയുന്നത് ഐസോട്ടോപ്സ് ആണ്. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഐസോട്ടോപ്പ് എന്താണെന്ന്. ഐസോട്ടോപ്സ് ആർ ന്യൂക്ലിയൈ വിത്ത് സെയിം അറ്റോമിക് നമ്പർ Z ബട്ട് ഡിഫറെൻ്റ് മാസ് നമ്പർ A. സെയിം അറ്റോമിക് നമ്പറും ഡിഫറെൻ്റ് മാസ് നമ്പറും ഉള്ള ന്യൂക്ലിയൈയാണ് നമ്മൾ ഐസോട്ടോപ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ സിലിക്കൺ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, അതിൻ്റെ ഐസോട്ടോപ്പ് സിലിക്കൺ 1428 ഉണ്ട്, സിലിക്കൺ 1429 ഉണ്ട്, സിലിക്കൺ 1430 ഉണ്ട്, അതുപോലെ തന്നെ സിലിക്കൺ 1432, അങ്ങനെ 4 ഐസോട്ടോപ്സാണ് ഉള്ളത്. അപ്പോൾ അതാണ് ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ ഐസോട്ടോപ്സ് എന്ന് പറയുന്നത് അത് എലമെൻറ്റ്സ് സെയിം ആയിരിക്കും. അതായത് അത് ഉണ്ടാക്കിയിരിക്കുന്ന എലമെൻറ്റ്സ് അല്ല, അതിൻ്റെ പ്രോട്ടോൺ നമ്പറാണ് അതിൻ്റെ കെമിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം ഐസോട്ടോപ്സ് എന്ന് പറയുന്നത് സെയിം എലമെൻ്റ് ആയിരിക്കും, പക്ഷേ അതിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ മാസ് നമ്പർ അല്ലെങ്കിൽ ന്യൂട്രോണിൻ്റെ നമ്പറിലാണ് ഡിഫറൻസ് ഉള്ളത്. ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ന്യൂക്ലിയൈ ആണ് ഐസോബാർസ്. ഐസോബാർസ് എന്ന് വെച്ചാൽ ദേ ആർ ന്യൂക്ലിയൈ വിത്ത് സെയിം മാസ് നമ്പർ A ബട്ട് ഡിഫറെൻ്റ് അറ്റോമിക് നമ്പർ Z. സെയിം മാസ് നമ്പറും ഡിഫറെൻ്റ് അറ്റോമിക് നമ്പറും ഉള്ള ന്യൂക്ലിയൈയാണ് നമ്മൾ ഐസോബാർസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മാസ് നമ്പർ സെയിം ആയിരിക്കും, പക്ഷേ അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ അതെന്ന് പറയുന്നത് ന്യൂക്ലിയൈസ് ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ്സ് ആയിരിക്കും. ഡിഫറെൻ്റ് എലമെൻറ്റ്സിൻ്റെ ന്യൂക്ലിയൈ ആണ് ഈ ഐസോബാർസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഓക്സിജൻ 816 ആൻഡ് നൈട്രജൻ 716. ഇവിടെയും ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 എന്നാൽ മാസ് നമ്പർ ഇവിടെ 16. നൈട്രജൻ്റെ കേസിൽ ഈ ഐസോട്ടോപ്പിൽ നൈട്രജൻ 716. ഐസോട്ടോപ്പ് എന്ന് പറയാൻ കാരണം നൈട്രജൻ്റെ ഓർഡിനറി ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് 14. അപ്പോൾ ഈ കേസ് ഇവിടുത്തെ നൈട്രജനിൽ 16 മാസ് നമ്പറുള്ള നൈട്രജൻ. അപ്പം ഈ ഓക്സിജൻ 816 നൈട്രജൻ 716 നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് അല്ലെങ്കിൽ മാസ് നമ്പർ എന്ന് പറയുന്നത് 16. എന്നാൽ ഇവിടുത്തെ അറ്റോമിക് നമ്പറാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ദേ ആർ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആൻഡ് ഹാവ് ഡിഫറെൻറ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി. ഡിഫറെൻറ്റ് എലമെൻറ്റ്സിൻ്റെ ആറ്റംസ് അല്ലെങ്കിൽ ന്യൂക്ലിയസ് ആയതുകൊണ്ട് തന്നെ
അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയും ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ ഐസോടോപ്സിൻ്റെ കേസിൽ സെയിം എലമെൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ സെയിം എലമെൻറ്റ്സിൻ്റെ ന്യൂക്ലിയസ് ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസൊക്കെ ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഇനി അനദർ ക്ലാസ് ഓഫ് ന്യൂക്ലിയൈ ഈസ് ഐസോട്ടോൺസ്. അപ്പോൾ ഐസോട്ടോൺസ് എന്ന് വെച്ചാൽ ദേ ആർ ന്യൂക്ലിയൈ വിത്ത് ഈക്വൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പം ഐസോട്ടോൺസ് എന്ന് പറയുന്നത് ഈക്വൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉള്ള ന്യൂക്ലിയൈസിനെയാണ് നമ്മൾ ഐസോട്ടോൺസ് എന്ന് പറയുന്നത്. അപ്പം ഡിഫറൻറ്റ് എലമെൻസിൻ്റെ ന്യൂക്ലിയസ് എടുക്കുകയാണെങ്കിൽ ആ ന്യൂക്ലിയസിനകത്തുള്ള ന്യൂട്രോൺസിൻ്റെ എണ്ണം സെയിം ആയിരിക്കും. അങ്ങനെയുള്ള ന്യൂക്ലിയസിനെയാണ് ഐസോട്ടോൺസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ C614, N715, O816 ഇതൊക്കെയാണ് ഐസോട്ടോൺസിന് എക്സാമ്പിൾ. അപ്പോൾ ഈ എക്സാമ്പിളിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അതിലുള്ള ന്യൂട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 8 അല്ലേ. C614 ന്യൂട്രോൺസിൻ്റെ എണ്ണം 8, പ്രോട്ടോണിൻ്റെ എണ്ണം 6. അതുപോലെ തന്നെ N715 ന്യൂട്രോൺസിൻ്റെ എണ്ണം 8, പ്രോട്ടോണിൻ്റെ എണ്ണം 7. അതുപോലെ O816 പ്രോട്ടോണിൻ്റെ എണ്ണം 8, ന്യൂട്രോണിൻ്റെ എണ്ണം. അപ്പോൾ ഈ എല്ലാ കേസിലും ന്യൂട്രോണിൻ്റെ എണ്ണം 8. അങ്ങനെ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉള്ള ന്യൂക്ലിയയാണ് നമ്മൾ ഐസോട്ടോൺസ് എന്ന് പറയുന്നത്. ഇനി വേറൊരു ക്ലാസ് ഓഫ് ന്യൂക്ലിയൈ ആണ് ഐസോമേഴ്സ് അല്ലെങ്കിൽ ഐസോമറിക് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഐസോമേഴ്സ് എന്ന് വെച്ചാൽ ദർ ആറ്റംസ് വിത്ത് സെയിം Z ആൻഡ് A ബട്ട് ഡിഫർ ഫ്രം വൺ അനദർ ഇൻ ദ ന്യൂക്ലിയർ എനർജി സ്റ്റേറ്റ്സ്. അപ്പം ഐസോമേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ന്യൂക്ലിയസിൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒക്കെ സെയിം ആയിരിക്കും. Z വാല്യൂവും A വാല്യൂവും എല്ലാം സെയിം ആയിരിക്കും. പക്ഷേ ന്യൂക്ലിയർ എനർജി സ്റ്റേറ്റ്സ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇനി ന്യൂക്ലിയർ മോഡലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ആറ്റം മോഡൽ പഠിച്ചതുപോലെ ആറ്റംസിന് ഓരോ ക്വാണ്ടം നമ്പർ കൊടുത്ത് ഓരോ എനർജി ലെവൽസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞതുപോലെ ന്യൂക്ലിയസിനകത്തും ഈ ന്യൂക്ലിയോൺസ് ഓരോ എനർജി ലെവൽസിലാണ് ഇരിക്കുന്നതെന്നൊക്കെ പഠിക്കും. അപ്പോൾ അത് പഠിക്കുമ്പോഴാണ് ഇത് കൂടുതൽ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയസിനകത്ത് ഓരോ എനർജി ലെവൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഒരേ ന്യൂക്ലിയസ് തന്നെ, അതായത് സെയിം അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഉള്ള ന്യൂക്ലിയസിൽ തന്നെ എനർജി ലെവൽസിൽ ചെറിയ ചെറിയ ഡിഫറൻസ് വരാം. അങ്ങനെ ഡിഫർ ഫ്രം വൺ അനദർ ഇൻ ദ എനർജി സ്റ്റേറ്റ് അങ്ങനെയുള്ള ന്യൂക്ലിയസിനെ നമ്മൾ ഐസോമേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ന്യൂക്ലിയസിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റില്ല, കാരണം അതിൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒക്കെ സെയിം ആയിരിക്കും. പക്ഷേ ന്യൂക്ലിയർ എനർജി ലെവലിലുള്ള ആ ഒരു ചെറിയ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ലൈഫ് ടൈം വെച്ചായിരിക്കും. അതിൻ്റെ ഹാഫ് ലൈഫ് ഒരേ ന്യൂക്ലിയസിന് തന്നെ, ഒരേ അറ്റോമിക് നമ്പർ മാസ് നമ്പറുള്ള ന്യൂക്ലിയസിന് തന്നെ ഡിഫറൻറ്റ് ലൈഫ് ടൈം വരാൻ കാരണം അതിൻ്റെ ന്യൂക്ലിയർ എനർജി ലെവലിലുള്ള ഡിഫറൻസാണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഐസോമറിക് ന്യൂക്ലിയസിനെ നമ്മൾ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്നത് അതിൻ്റെ ലൈഫ് ടൈമിലുള്ള സ്ലൈറ്റ് ഡിഫറൻസ് വെച്ചാണ്. അപ്പോൾ അതാണ് ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ന്യൂക്ലിയർ എനർജി ലെവൽസിലുള്ള ഡിഫറൻസ് കാരണം ന്യൂക്ലിയസിന് ചെറിയ വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള ന്യൂക്ലിയസിനെയാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഇനി വേറൊരു ക്ലാസ് ഓഫ് ന്യൂക്ലിയൈ ആണ് മിറർ ന്യൂക്ലിയൈ. അപ്പം മിറർ ന്യൂക്ലിയൈ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് കേൾക്കുന്ന പോലെ തന്നെ അതിൻ്റെ ആ ന്യൂക്ലിയസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ന്യൂക്ലിയസിൻ്റെ മാസ് നമ്പർ സെയിം ആയിരിക്കും, ബട്ട് ദർ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ നമ്പേഴ്സ് ആർ ഇൻ്റർചേഞ്ച്ഡ്. അതായത് ഒരു ന്യൂക്ലിയസ് എടുക്കുന്നു, അതിൻ്റെ മാസ് നമ്പർ A ആണ്. വേറൊരു ന്യൂക്ലിയസ് എടുക്കുന്നു, അതിൻ്റെയും മാസ് നമ്പർ A ആണ്. പക്ഷേ അത് മിറർ ന്യൂക്ലിയസ് ആവുന്ന എപ്പോഴാണ്? ഒന്നിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് മറ്റതിൻ്റെ നമ്പർ ഓഫ് ന്യൂട്രോൺസിന് ഈക്വൽ ആയിരിക്കും. അപ്പം അതിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ന്യൂട്രോൺ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ബെറീലിയം 47, അതുപോലെ തന്നെ ലിഥിയം 37. അപ്പോൾ ഇതിലെല്ലാം നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്, അതായത് മാസ് നമ്പർ സെയിം ആണ്. പക്ഷേ ബെറീലിയം 4ൻ്റെ കേസിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്ന 4ഉം നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് 3ഉമായിരിക്കും. എന്നാൽ ലിഥിയത്തിൻ്റെ കേസിലോ ലിഥിയത്തിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് 3ഉം നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് 4ഉമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ന്യൂട്രോൺ നമ്പറും പ്രോട്ടോൺ നമ്പറും പരസ്പരം ചേഞ്ച് ചെയ്ത് കാണുന്ന ന്യൂക്ലിയൈ ആണ് നമ്മൾ മിറർ ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. ബെറീലിയത്തിൻ്റെ നമ്പർ ഓഫ് ന്യൂട്രോൺസിൻ്റെ എണ്ണമാണ് ലിഥിയത്തിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണം. അതുപോലെ തന്നെ ലിഥിയത്തിലെ നമ്പർ ഓഫ് ന്യൂട്രോൺസിൻ്റെ എണ്ണമാണ് ബെറീലിയത്തിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അങ്ങനെ പ്രോട്ടോൺ നമ്പറും ന്യൂട്രോൺ നമ്പറും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്ത് കാണുന്ന ന്യൂക്ലിയസിനെയാണ് നമ്മൾ മിറർ ന്യൂക്ലിയൈ എന്ന് പറയുന്നത്.